ബോക്സ് ഓഫീസ് കളക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു? 100 കോടി നേടി എന്നത് സത്യമാണോ? ഒരു സിനിമ 100 കോടി നേടി എന്ന് പറയുമ്പോൾ അതിൻ്റെ ശരിയായ മീനിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോക്സ് ഓഫീസ് കളക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നതാണ്. സിമ്പിളായി പറയുകയാണെങ്കിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്നത് തിയേറ്ററിൽ ടിക്കറ്റ് വിറ്റ് കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ്. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ 1000 ആളുകൾ ടിക്കറ്റ് വാങ്ങിയാൽ ഒരു ടിക്കറ്റിന് 150 ആണെങ്കിൽ ടോട്ടൽ 1,50,000 കളക്ഷൻ ഉണ്ടാകും. ഇവിടെ രണ്ട് ഇമ്പോർട്ടൻസ് ആയ ടേംസ് ഉണ്ട്, ഗ്രോസ് ആൻഡ് നെറ്റ്. ഗ്രോസ് കളക്ഷൻ എന്നത് ഫുൾ എമൗണ്ട് ഓഫ് ഇൻക്ലൂഡിംഗ് ടാക്സ് ആണ്, അതായത് ടാക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ്. നെറ്റ് കളക്ഷൻ എന്നത് ടാക്സ് റിമൂവ് ചെയ്ത ശേഷം കിട്ടുന്ന എമൗണ്ട് ആണ്. അതുകൂടാതെ ഗ്രോസ് കളക്ഷൻ ഒരുപോലെയായാലും ടിക്കറ്റ് പ്രൈസ് ലൊക്കേഷൻ അനുസരിച്ച് മാറും. അതുകൊണ്ട് തന്നെ ശരിയായ നെറ്റ് എമൗണ്ടിൽ വ്യത്യാസമുണ്ടാകും. ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സിന് ഫുൾ എമൗണ്ട് കിട്ടുമോ എന്നതാണ്. ഉത്തരം ഇല്ല എന്നാണ്. തിയേറ്റർ ഓണറിനും ഡിസ്ട്രിബ്യൂട്ടറിനും പ്രൊഡ്യൂസറിനും കളക്ഷൻ ഷെയർ ചെയ്യണം. സിറ്റികളിലുള്ള തിയേറ്ററിൽ ടിക്കറ്റ് റേറ്റ് ഹൈ ആയിരിക്കും, റൂറൽ ഏരിയാസിൽ കുറവായിരിക്കും. അതുകൊണ്ട് സെയിം നമ്പർ ഓഫ് ഓഡിയൻസ് ഉണ്ടെങ്കിലും കളക്ഷൻ ഡിഫറൻസ് ആയിരിക്കും. ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ റിലീസായ ആദ്യ വീക്കിൽ നിർമ്മാതാവിന് കൂടുതൽ ഷെയർ കിട്ടും, പക്ഷേ വീക്ക് കഴിയുമ്പോൾ തിയേറ്ററിൻ്റെ ഷെയർ കൂടും. പിന്നീട് ആഴ്ചകൾ കൂടുന്തോറും നിർമ്മാതാവിൻ്റെ ഷെയർ കുറയുകയും തിയേറ്ററിൻ്റെ ഷെയർ കൂടുകയും ചെയ്യുന്നു. ഇതിലെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും മീഡിയയിൽ പറയുന്നത് പോലെ 100 കോടി നേടി എന്നത് ശരിയായ കണക്കല്ല. ഹൈ കളക്ഷൻ ഉണ്ടെങ്കിലും ബഡ്ജറ്റ് കവർ ചെയ്തില്ലെങ്കിൽ മൂവി ഹിറ്റാകില്ല. അതുകൂടാതെ ചിലപ്പോൾ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പെയ്ഡ് പ്രൊമോഷൻസ് ഉപയോഗിക്കും. അതിലൂടെ കളക്ഷൻ നമ്പേഴ്സ് വലുതായി കാണിക്കും. അതായത് എത്ര കളക്ഷൻ കിട്ടി എന്നത് മാത്രം നോക്കുന്നത് ശരിയല്ല. ബഡ്ജറ്റ്, എക്സ്പെൻസ്, ഷെയർ ഇവയെല്ലാം കൺസിഡർ ചെയ്താൽ മാത്രമേ റിയൽ സക്സസ് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. കളക്ഷൻ എമൗണ്ട് മാത്രം നോക്കിയാൽ പോരാ, തിയേറ്ററിൽ സീറ്റ് എത്ര ഫില്ലായി എന്നതാണ് റിയൽ പെർഫോമൻസിനെ കാണിക്കുന്നത്. ഒരു വലിയ തിയേറ്ററിൽ പകുതി മാത്രം ഫില്ലാണെങ്കിൽ കളക്ഷൻ നമ്പർ ഡീസൻ്റ് ആയാലും മൂവി സ്ട്രോങ് അല്ലെന്ന് മനസ്സിലാക്കാം. പക്ഷേ തിയേറ്റർ ഹൗസ്ഫുള്ളാണെങ്കിൽ മൂവിയുടെ ഡിമാൻഡ് സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. ബോക്സ് ഓഫീസ് കളക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.